ഇവിടെ ഒരു എക്സ്പെരിമെന്റിൽ ഇൻവിസിബിൾ ആയ ഒരുത്തനെ എല്ലാവർക്കും കാണണമെന്നുള്ളത് കൊണ്ട് സ്കിൻ കളറിൽ ഒരു ലിക്വിഡ് ഉണ്ടാക്കി മുഖത്തൊഴിക്കുകയാണ്. ശേഷം ആ ലിക്വിഡ് ഉണങ്ങിയ ശേഷം കണ്ണും വായും മൂക്കുമെല്ലാം സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. പക്ഷെ എന്താ റൂമിൽ അടച്ചിട്ട നിലയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവന് ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ വന്ന് ലാബിലിരുന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിച്ചിട്ട് ഗെറ്റപ്പ് ഒക്കെ മാറി അവൻ അവിടെ നിന്ന് വണ്ടിയും എടുത്തോണ്ട് പോവാണ്. പക്ഷെ ട്രാഫിക്കിൽ നിന്ന സമയത്ത് തൊട്ടപ്പുറത്ത് വണ്ടിയിൽ വന്ന പിള്ളേരെ അവൻ കണ്ണാടി മാറ്റിയിട്ട് പേടിപ്പിക്കുന്നു. ശേഷം വീട്ടിൽ വന്നതും ഓപ്പോസിറ്റ് ഉള്ള അപ്പാർട്ട്മെന്റിൽ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ട് അവൻ ഒരു പ്ലാൻ ഇടാണ്. എന്താന്ന് വെച്ചാൽ അവന്റെ ഇൻവിസിബിൾ ബോഡിയിൽ ഒട്ടിച്ചിരുന്ന റബ്ബർ സ്കിൻ മാറ്റിയിട്ട് ആ പെണ്ണിന്റെ വീട്ടിൽ പോയി കതക് തട്ടുന്നു. അപ്പൊ ആ പെണ്ണ് ഡോറിലുള്ള ലെൻസ് വഴി ആരാണെന്ന് നോക്കുകയാണ്. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. അതുകൊണ്ട് ആരുടെ കതവ് തട്ടിയെന്നും പറഞ്ഞവര് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ആ ഗ്യാപ്പിൽ അവൻ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അപ്പൊ ലാബിൽ ജോലി ചെയ്യുന്ന ലേഡി സയന്റിസ്റ്റ് ലാബിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് പോയതെറിഞ്ഞ് അവന്റെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യാണ്. നോക്കുമ്പോ അവിടെ അവന്റെ റബ്ബർ സ്കിന്ന് കിടക്കുന്നത് കാണുന്നു. ഉടനെ അവള് വീണ്ടും ലാബിലേക്ക് തിരികെ പോയിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ്ണൊക്കെ റെഡിയാക്കി വെക്കുന്നു. ആ സമയത്ത് അവൻ മാസ്ക് ഇട്ടുകൊണ്ട് തിരികെ ലാബിലേക്ക് തന്നെ വരികയാണ്.